അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാനവരാശിക്ക് തന്നെ ഭീഷണിയാവുകയാണോ? ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ 3 ആഴ്ച കൂടി തുടരുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധം US വിജയിച്ചു കഴിഞ്ഞുവെന്നും ഇറാനെ സൈനികമായി തകർത്തെന്നുമൊക്കെയാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അമേരിക്കയുമായി ധാരണയിലെത്താൻ തയ്യാറായില്ലെങ്കിൽ ഇറാനെ ശിലായുഗ സമാനമായ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട്. ഇറാനിൽ ജനാധിപത്യമില്ലെന്നും അവിടെ പുതിയൊരു ഭരണക്രമം രൂപീകരിക്കാനാണ് എന്ന് പറഞ്ഞാണ് ട്രംപ് യുദ്ധം തുടങ്ങിയത്. അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഇറാനെ ശിലായുഗ സമാനമായ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന്. എല്ലാവിധ മാനവരാശിയുടെ പുരോഗതിയെയും പിന്നോട്ടടിക്കുമെന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമെന്ന് സ്വയം അഭിമാനിക്കുന്ന രാജ്യത്തിൻ്റെ തലവൻ പറയുമ്പോൾ അതുകേട്ട് മിണ്ടാതെ നിൽക്കുകയാണ് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളും സർവ്വരാജ്യങ്ങളും എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ഭാഗത്ത് ഇറാനിൽ നാവികസേനയെ പൂർണ്ണമായും തകർത്തു എന്ന് അവകാശപ്പെടുന്നു. ഇപ്പോഴും ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ അതുവഴി ഗതാഗതം സുഗമമാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു ഭാഗത്ത് ഇറാൻ്റെ വ്യോമസേന ഇനി ഇല്ല എന്നാണ് അവകാശപ്പെടുന്നത്. അത്രത്തോളം അതിനെ ഇല്ലാതെയാക്കി എന്ന് പറയുന്നു. 2000-ഓളം കിലോമീറ്റർ അകലെയുള്ള ഇസ്രയേലിലേക്ക് ഇപ്പോഴും ഇറാനിൽ നിന്ന് മിസൈലുകൾ പോകുന്നുണ്ട്. ചിലത് അവിടെ പതിക്കുന്നുണ്ട്, ചിലത് ആകാശത്ത് വെച്ച് തകർന്നു വീഴുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ ട്രംപിൻ്റെ അവകാശവാദങ്ങളൊക്കെയും. അതുപോലെയാണ് ട്രംപ് ഇപ്പോൾ യുദ്ധം വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള അവകാശവാദവും ഉന്നയിക്കുന്നത്. അപ്പോഴും ട്രംപിന് യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയാത്ത ഒരു നേതാവിൻ്റെ മട്ടിലാണ് നിൽക്കുന്നത്. എന്തായാലും ട്രംപിൻ്റെ ഈ നീക്കങ്ങൾ മാനവരാശിക്ക് തന്നെ ഭീഷണിയാണോ എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്.